PSC ഡയറിയിലേക്ക് സ്വാഗതം. 2023 ഏപ്രിൽ 1 ഇറങ്ങിയ PSC ബുള്ളറ്റിലെ കറണ്ട് അഫയേഴ്സാണ് നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ പോയിന്റ്, പാലക്കാട് സ്വദേശിയും പ്രശസ്ത ഗ്രാഫിക് ചിത്രകാരനുമായ പ്രൊഫസർ വി നാഗ്ദാസ് കേന്ദ്ര ലളിതകലാ അക്കാദമി അധ്യക്ഷനായി നിയമിതനായി. പാലക്കാട് സ്വദേശിയും പ്രശസ്ത ഗ്രാഫിക് ചിത്രകാരനുമായ പ്രൊഫസർ വി നാഗ്ദാസ് കേന്ദ്ര ലളിതകലാ അക്കാദമി അധ്യക്ഷനായി നിയമിതനായി. ഇപ്പോഴും ഈ സ്ഥാനത്ത് ഇദ്ദേഹം തന്നെയാണ് തുടരുന്നത്. അടുത്തിടെ കേന്ദ്ര ലളിതകലാ അക്കാദമി അധ്യക്ഷനായി നിയമിതനായ വ്യക്തിയാര്? പ്രൊഫസർ വി നാഗ്ദാസ്. സാംസ്കാരിക വകുപ്പിൻ്റെ തകഴി പുരസ്കാരം സാഹിത്യകാരൻ M. മുകുന്ദന്. അടുത്തിടെ സാംസ്കാരിക വകുപ്പിൻ്റെ തകഴി പുരസ്കാരം നേടിയ സാഹിത്യകാരനാര്? M. മുകുന്ദൻ. ഉപഭോക്തൃ സംതൃപ്തി സർവേയുടെ അടിസ്ഥാനത്തിലുള്ള സ്കൈ ട്രാക്സ് വേൾഡ് എയർപോർട്ട് അവാർഡ്സ് 2023 ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളത്തിനുള്ള പുരസ്കാരം സിംഗപ്പൂരിലെ ചാങ്കി വിമാനത്താവളത്തിന്. ഒന്നുകൂടി നോക്കാം. ഉപഭോക്തൃ സംതൃപ്തി സർവേയുടെ അടിസ്ഥാനത്തിലുള്ള സ്കൈ ട്രാക്സ് വേൾഡ് എയർപോർട്ട് അവാർഡ്സ് 2023 ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളത്തിനുള്ള പുരസ്കാരം സിംഗപ്പൂരിലെ ചാങ്കി വിമാനത്താവളത്തിന്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റാലിയൻ സിരി എ ഫുട്ബോളിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരമായി AC മിലാൻ്റെ സ്വീഡിഷ് താരം സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ച്. 41 വയസ്സുണ്ട് ഇദ്ദേഹത്തിന്. ഇറ്റാലിയൻ സിരി എ ഫുട്ബോളിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരമായി AC മിലാൻ്റെ സ്വീഡിഷ് താരം സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ച്. അടുത്തൊരു പോയിന്റ്, പ്രമുഖ ഗ്രന്ഥകാരനും സാമൂഹിക പരിഷ്കർത്താവുമായ സാധു ഇട്ടിയവര 101 വയസ്സ് അന്തരിച്ചു. മികച്ച സാമൂഹിക പ്രവർത്തനത്തിനുള്ള അന്തർദേശീയ ബഹുമതിയായ ആൽബർട്ട് ഷെയ്റ്റ്സർ അവാർഡ്, അൽബേറിയൻ ഇൻ്റർനാഷണൽ അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. പ്രമുഖ ഗ്രന്ഥകാരനും സാമൂഹിക പരിഷ്കർത്താവുമായ സാധു ഇട്ടിയവര അന്തരിച്ചു. മികച്ച സാമൂഹിക പ്രവർത്തനത്തിനുള്ള അന്തർദേശീയ ബഹുമതിയായ ആൽബർട്ട് ഷെയ്റ്റ്സർ അവാർഡ്, അൽബേറിയൻ ഇൻ്റർനാഷണൽ അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിൻ്റെ മലയാറ്റൂർ അവാർഡ് ബെന്യാമിൻ്റെ നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന നോവലിന്. യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസ് VK ദീപയുടെ വുമൺ ഈറ്റേഴ്സ് എന്ന കഥാസമാഹാരത്തിന് ലഭിച്ചു. മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിൻ്റെ മലയാറ്റൂർ അവാർഡ് ബെന്യാമിൻ്റെ നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന നോവലിന്. യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസ് VK ദീപയുടെ വുമൺ ഈറ്റേഴ്സ് എന്ന കഥാസമാഹാരത്തിന് ലഭിച്ചു. ഇവിടെ ഒരു ചോദ്യം വരാവുന്നത്, നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന കൃതി രചിച്ചതാര്? ബെന്യാമിൻ. അതേപോലെ വുമൺ ഈറ്റേഴ്സ് എന്ന കൃതിയുടെ രചയിതാവാര്? VK ദീപ. സ്വിസ് സ്ഥാപനമായ IQ എയർ പുറത്തിറക്കിയ 2022 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണം കൂടിയ രാജ്യങ്ങളിൽ ഇന്ത്യ 8ാം സ്ഥാനത്താണ്. ആഫ്രിക്കൻ രാജ്യമായ ചാഡാണ് 1ാം സ്ഥാനത്ത്. സ്വിസ് സ്ഥാപനമായ IQ എയർ പുറത്തിറക്കിയ 2022 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണം കൂടിയ രാജ്യങ്ങളിൽ ഇന്ത്യ 8ാം സ്ഥാനത്ത്. ആഫ്രിക്കൻ രാജ്യമായ ചാഡാണ് 1ാം സ്ഥാനത്ത്. സ്വിറ്റ്സർലൻഡുകാരനായ ജിയാനി ഇൻഫാന്റിനോ അന്താരാഷ്ട്ര ഫുട്ബോൾ സംഘടനയായ ഫിഫയുടെ പ്രസിഡന്റായി 3ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്പോഴും ഇദ്ദേഹം തന്നെയാണ് ഫിഫയുടെ പ്രസിഡന്റ്. മുൻ അഡ്വക്കേറ്റ് ജനറലും മുതിർന്ന അഭിഭാഷകനുമായ KP ദണ്ഡപാണി അന്തരിച്ചു. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ 1505 മീറ്റർ നീളമുണ്ട്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പ്ലാറ്റ്ഫോമുള്ള റെയിൽവേ സ്റ്റേഷനായി കർണാടക ഹുബ്ബള്ളിയിലെ ശ്രീ സിദ്ധരൂധ സ്വാമി റെയിൽവേ സ്റ്റേഷൻ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പ്ലാറ്റ്ഫോമുള്ള റെയിൽവേ സ്റ്റേഷനായി കർണാടക ഹുബ്ബള്ളിയിലെ ശ്രീ സിദ്ധരൂധ സ്വാമി റെയിൽവേ സ്റ്റേഷൻ. 1505 മീറ്റർ നീളമുണ്ട്. KC ലേഖ, നിലമ്പൂർ ആയിഷ, ലക്ഷ്മി N. മേനോൻ, ഡോക്ടർ RS സിന്ധു എന്നിവർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ 2022 വനിതാരത്ന പുരസ്കാരം. 2022 വനിതാരത്ന പുരസ്കാരം നേടിയ വനിതകൾ ആരൊക്കെ? KC ലേഖ, നിലമ്പൂർ ആയിഷ, ലക്ഷ്മി N. മേനോൻ, ഡോക്ടർ RS സിന്ധു. ഈ ചോദ്യം വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, 2022 വനിതാരത്ന പുരസ്കാരം നേടിയവരിൽ ഉൾപ്പെടാത്തത് ആരൊക്കെ? എന്നിട്ട് ഈ 4 പേരിൽ ആരെങ്കിലും ഒരാൾക്ക് പകരം വേറെ തെറ്റിച്ച് തരാം. അതുകൊണ്ട് ഇത് ഓർത്തു വയ്ക്കുക. KC ലേഖ, നിലമ്പൂർ ആയിഷ, ലക്ഷ്മി N. മേനോൻ, ഡോക്ടർ RS സിന്ധു എന്നിവർക്കാണ് ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. നേപ്പാളിൽ പുതിയ പ്രസിഡൻ്റായി രാംചന്ദ്ര പൗദേൽ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇദ്ദേഹം തന്നെയാണ് ഇപ്പോഴും നേപ്പാളിൻ്റെ പ്രസിഡൻറ്റ്. ചൈനയുടെ പുതിയ പ്രധാനമന്ത്രിയായി ലീ ചിയാങ് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇദ്ദേഹം തന്നെയാണ് ചൈനയുടെ ഇപ്പോഴത്തെയും പ്രധാനമന്ത്രി. നമ്മുടെ സിലബസിലെ ഒരു ടോപ്പിക്കാണ് അയൽ രാജ്യങ്ങളും അതിർത്തികളും എന്ന്. അപ്പോൾ അതിൽ വരുന്നതാണ് ഇതൊക്കെ. നമുക്ക് ഇപ്പോൾ അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റുമാരെയും പ്രധാനമന്ത്രിമാരെയൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ തന്നെ പറഞ്ഞ നമ്മുടെ നേപ്പാളിൻ്റെ പുതിയ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് രാംചന്ദ്ര പൗദേലാണ്. അതേപോലെ ചൈനയുടെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലീ ചിയാങ് ആണ്. ചൈനയുടെ പ്രസിഡന്റ് നിലവിൽ ഷീ ജിൻപിങ് ആണ്.
ചൈനയുടെ പ്രധാനമന്ത്രി ഇപ്പോൾ ലീ ചിയാങ് ആണ്. അതുപോലെ ശ്രീലങ്കയുടെ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെയാണ്. ശ്രീലങ്കയുടെ പ്രധാനമന്ത്രി ദിനേശ് ഗുണവർദ്ധന. ഭൂട്ടാൻ്റെ പുതിയ പ്രധാനമന്ത്രി ഷെറിംഗ് തോബ്ഗെയാണ്. മാലദ്വീപിൻ്റെ പുതിയ പ്രസിഡന്റ് മുഹമ്മദ് മുയിസു ആണ്. ബംഗ്ലാദേശിൻ്റെ പുതിയ പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീനാണ്. ബംഗ്ലാദേശിൻ്റെ പുതിയ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയാണ്. ഇത്രയും പറഞ്ഞതിൽ നിന്നും ചോദിക്കാൻ കൂടുതൽ സാധ്യതയുള്ള ഒരെണ്ണം മാലദ്വീപിൻ്റെ പ്രസിഡന്റ് ആരെന്നൊരു ചോദ്യം ചിലപ്പോൾ വന്നേ. കാരണം അടുത്തിടെ ചില ന്യൂസ് നിങ്ങൾ കണ്ടതാണല്ലോ മുഹമ്മദ് മുയിസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. അപ്പോൾ മാലദ്വീപിൻ്റെ പ്രസിഡന്റ് മുഹമ്മദ് മുയിസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ പിന്നെ ബംഗ്ലാദേശിൻ്റെ പുതിയ പ്രധാനമന്ത്രി അല്ലേ, തുടർച്ചയായി 4ാം തവണയും ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയാകുന്ന ഷെയ്ഖ് ഹസീന ചിലപ്പോൾ ചോദിച്ചേക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും എന്തായാലും നിങ്ങൾ അറിഞ്ഞു വയ്ക്കുക. അടുത്തൊരു പോയിന്റ്, സൽഹൌതുനാവോ ക്രൂസെ നാഗാലാൻഡിലെ ആദ്യ വനിതാ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും പരീക്ഷയും റിവിഷനും ഒക്കെ ടെലഗ്രാം ചാനലിലും വാട്സപ്പിലുമായി നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം. തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ആഡ് മീ എന്ന് റിക്വസ്റ്റ് അയച്ചാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാം. അടുത്തൊരു പോയിന്റ്, കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ദീൻ ദയാൽ അന്ത്യോദയ യോജന ദേശീയ നഗര ഉപജീവന ദൗത്യം മികച്ച രീതിയിൽ നടപ്പാക്കിയതിന് കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിൻ്റെ 2021-22 സിസ്റ്റമാറ്റിക് പ്രോഗ്രസീവ് അനലിറ്റിക്കൽ റിയൽ ടൈം സ്പാർക്ക് റാങ്കിങ്ങിൽ കേരളത്തിന് 2ാം സ്ഥാനം. ഒന്നുകൂടി പറയാം, കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ദീൻ ദയാൽ അന്ത്യോദയ യോജന ദേശീയ നഗര ഉപജീവന ദൗത്യം മികച്ച രീതിയിൽ നടപ്പാക്കിയതിന് കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിൻ്റെ 2021-22 സിസ്റ്റമാറ്റിക് പ്രോഗ്രസീവ് അനലിറ്റിക്കൽ റിയൽ ടൈം അഥവാ സ്പാർക്ക് റാങ്കിങ്ങിൽ കേരളത്തിന് 2ാം സ്ഥാനം ലഭിച്ചു. ലോക വനിതാ ബോക്സിംഗിൽ ഇന്ത്യക്ക് സുവർണ നേട്ടം. നിഖാത് സരിൻ, ലൗലിന ബോർഗോഹെയ്ൻ, നീതു കൻകാസ്, സ്വീറ്റി ബൂറ എന്നിവർ സ്വർണ്ണ മെഡൽ നേടി. മേരി കോമിന് ശേഷം തുടർച്ചയായി 2 തവണ ലോക ചാമ്പ്യനാകുന്ന താരമാണ് നിഖാത് സരിൻ. ഒന്നുകൂടി നോക്കാം, ലോക വനിതാ ബോക്സിംഗിൽ ഇന്ത്യക്ക് സുവർണ നേട്ടം. നിഖാത് സരിൻ, ലൗലിന ബോർഗോഹെയ്ൻ, നീതു കൻകാസ്, സ്വീറ്റി ബൂറ എന്നിവർ സ്വർണ്ണ മെഡൽ നേടി. മേരി കോമിന് ശേഷം തുടർച്ചയായി 2 തവണ ലോക ചാമ്പ്യനാകുന്ന താരമാണ് നിഖാത് സരിൻ. ഇവിടെ ഓർത്തിരിക്കേണ്ടത് ഇവരുടെ കായിക ഇനമാണ്. നിഖാത് സരിൻ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബോക്സിംഗ്. അതേപോലെ നിഖാത് സരിൻ, ലൗലിന ബോർഗോഹെയ്ൻ, നീതു കൻകാസ്, സ്വീറ്റി ബൂറ ഇവരൊക്കെ ബോക്സിങ്ങുമായി ബന്ധപ്പെട്ട വ്യക്തിത്വങ്ങളാണ്. അത് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. സെപ്റ്റേജ് മാലിന്യ ശേഖരണത്തിനുള്ള ഓൺലൈൻ ബുക്കിംഗ് സംവിധാനത്തിന് തിരുവനന്തപുരം നഗരസഭയ്ക്ക് കമ്പ്യൂട്ടർ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ദേശീയ പുരസ്കാരം. സെപ്റ്റേജ് മാലിന്യ ശേഖരണത്തിനുള്ള ഓൺലൈൻ ബുക്കിംഗ് സംവിധാനത്തിന് തിരുവനന്തപുരം നഗരസഭയ്ക്ക് കമ്പ്യൂട്ടർ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ദേശീയ പുരസ്കാരം ലഭിച്ചു. സ്വിസ് ഓപ്പണിൻ്റെ സൂപ്പർ സീരീസ് 300 ബാഡ്മിൻ്റൺ പുരുഷ ഡബിൾസ് കിരീടം ഇന്ത്യൻ താരങ്ങളായ സായിരാജ് രംഗിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യത്തിന്. ചരിത്രത്തിലാദ്യമായാണ് ഇന്ത്യൻ താരങ്ങൾ സ്വിസ് ഓപ്പൺ ഡബിൾസ് കിരീടം നേടുന്നത്. ഒന്നുകൂടെ നോക്കാം, സ്വിസ് ഓപ്പണിൻ്റെ സൂപ്പർ സീരീസ് 300 ബാഡ്മിൻ്റൺ പുരുഷ ഡബിൾസ് കിരീടം ഇന്ത്യൻ താരങ്ങളായ സായിരാജ് രംഗിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യത്തിന്. ചരിത്രത്തിലാദ്യമായാണ് ഇന്ത്യൻ താരങ്ങൾ സ്വിസ് ഓപ്പൺ ഡബിൾസ് കിരീടം നേടുന്നത്. അന്താരാഷ്ട്ര ഇൻ്റർനെറ്റ് സേവനദാതാക്കളായ വൺവെബിൻ്റെ 36 ഉപഗ്രഹങ്ങൾ കൂടി ഇന്ത്യയുടെ LVM-3 റോക്കറ്റ് വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ചു. അന്താരാഷ്ട്ര ഇൻ്റർനെറ്റ് സേവനദാതാക്കളായ വൺവെബിൻ്റെ 36 ഉപഗ്രഹങ്ങൾ കൂടി ഇന്ത്യയുടെ LVM-3 റോക്കറ്റ് വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ചു. ഇത് ചോദിക്കാൻ സാധ്യതയുള്ളൊരു പോയിൻ്റാണ്, നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്തൊരു പോയിന്റ്, ഗണിതശാസ്ത്രത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 ആബേൽ പുരസ്കാരം ലൂയിസ് കഫറല്ലിക്ക്. ഗണിതശാസ്ത്രത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 ആബേൽ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ലൂയിസ് കഫറല്ലി. അടുത്തൊരു പോയിന്റ്, പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം മുംബൈ ഇന്ത്യൻസിന്. ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെയാണ് മുംബൈ ഇന്ത്യൻസ് പരാജയപ്പെടുത്തിയത്. ആദ്യമായിട്ട് നടന്ന വനിതാ പ്രീമിയർ ലീഗ് ആയതുകൊണ്ട് ചോദിച്ചുകൂടുന്നില്ല, നോട്ട് ചെയ്യുക. ലോകത്ത് ആദ്യമായി 3D പ്രിൻറ്റിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച റോക്കറ്റാണ് ടെറാൻ 1. രാജ്യത്തെ ആദ്യത്തെ രാത്രി വാനനിരീക്ഷണ കേന്ദ്രം ഡാർക്ക് സ്കൈ റിസർവ് ലഡാക്കിലെ ഹാൻലെയിൽ പ്രവർത്തനം ആരംഭിക്കും. രാജ്യത്തെ ആദ്യത്തെ രാത്രി വാനനിരീക്ഷണ കേന്ദ്രം അഥവാ ഡാർക്ക് സ്കൈ റിസർവ് ലഡാക്കിലെ ഹാൻലെയിൽ പ്രവർത്തനം ആരംഭിക്കും.
ഇംഫാലിൽ നടന്ന ത്രിരാഷ്ട്ര കപ്പ് ഫുട്ബോൾ കിരീടം ഇന്ത്യക്ക്. അവസാന മത്സരത്തിൽ കിർഗിസ്ഥാനെ തോൽപ്പിച്ചതോടെയാണ് ഇന്ത്യ ജേതാക്കളായത്. മത്സരത്തിൽ ഒരു ഗോൾ നേടിയതോടെ 85 ഗോളുകളുമായി അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഏറ്റവുമധികം ഗോൾ നേടിയവരുടെ പട്ടികയിൽ ഇന്ത്യയുടെ സുനിൽ ഛേത്രി 5ാം സ്ഥാനത്തെത്തി. അതൊരു നല്ലൊരു പോയിൻ്റാണ്. ഒന്നുകൂടെ നോക്കാം. ഇംഫാലിൽ നടന്ന ത്രിരാഷ്ട്ര കപ്പ് ഫുട്ബോൾ കിരീടം ഇന്ത്യക്ക്. അവസാന മത്സരത്തിൽ കിർഗിസ്ഥാനെ തോൽപ്പിച്ചതോടെയാണ് ഇന്ത്യ ജേതാക്കളായത്. മത്സരത്തിൽ ഒരു ഗോൾ നേടിയതോടെ 85 ഗോളുകളുമായി അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഏറ്റവുമധികം ഗോൾ നേടിയവരുടെ പട്ടികയിൽ ഇന്ത്യയുടെ സുനിൽ ഛേത്രി 5ാം സ്ഥാനത്തെത്തി. ആരോഗ്യമേഖലയിൽ മികച്ച പ്രവർത്തനം നടത്തുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരളം പുരസ്കാരത്തിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്, തിരുവനന്തപുരം കോർപ്പറേഷൻ, പിറവം മുനിസിപ്പാലിറ്റി, മുളന്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത്, പത്തനംതിട്ട ചെന്നീർക്കര ഗ്രാമപഞ്ചായത്ത് എന്നിവ 1ാം സ്ഥാനം നേടി. ഒന്നുകൂടി നോക്കാം. ആരോഗ്യമേഖലയിൽ മികച്ച പ്രവർത്തനം നടത്തുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ആർദ്ര കേരളം പുരസ്കാരത്തിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്, തിരുവനന്തപുരം കോർപ്പറേഷൻ, പിറവം മുനിസിപ്പാലിറ്റി, മുളന്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത്, പത്തനംതിട്ട ചെന്നീർക്കര ഗ്രാമപഞ്ചായത്ത് എന്നിവ 1ാം സ്ഥാനം നേടി. ഈ ടെൻഡർ പോർട്ടലിൻ്റെ മികച്ച നടത്തിപ്പിന് സംസ്ഥാന IT മിഷന് ദേശീയ പുരസ്കാരം. ദേശീയ പുരസ്കാരം ലഭിച്ചു. അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങളിൽ അർജന്റീനിയൻ താരം ലയണൽ മെസ്സിക്ക് 100 ഗോൾ. ഈ നേട്ടം കൈവരിക്കുന്ന 3ാമത്തെ താരമാണ്. പോർച്ചുഗലിൻ്റെ ക്രിസ്ത്യാനോ റൊണാൾഡോ, ഇറാൻ്റെ അലി ദേയി എന്നിവരാണ് മുമ്പ് ഈ നേട്ടം കൈവരിച്ചത്. ഒന്നുകൂടെ നോക്കാം. അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങളിൽ അർജന്റീനിയൻ താരം ലയണൽ മെസ്സിക്ക് 100 ഗോൾ. ഈ നേട്ടം കൈവരിക്കുന്ന 3ാമത്തെ താരമാണ്. പോർച്ചുഗലിൻ്റെ ക്രിസ്ത്യാനോ റൊണാൾഡോ, ഇറാൻ്റെ അലി ദേയി എന്നിവരാണ് മുമ്പ് ഈ നേട്ടം കൈവരിച്ചത്. കേരള നവോത്ഥാന ചരിത്രത്തിലെ നാഴികക്കല്ലായ വൈക്കം സത്യാഗ്രഹത്തിന് മാർച്ച് 30-ന് 100 വയസ്സ് പൂർത്തിയായി. കേരള നവോത്ഥാന ചരിത്രത്തിലെ നാഴികക്കല്ലായ വൈക്കം സത്യാഗ്രഹത്തിന് മാർച്ച് 30-ന് 100 വയസ്സ് പൂർത്തിയായി. വിഖ്യാത കലാകാരൻ വിവാൻ സുന്ദരം 79 വയസ്സ് അന്തരിച്ചു. ചിത്രകല, ശില്പനിർമ്മാണം, ഫോട്ടോഗ്രാഫി, ഇൻസ്റ്റലേഷൻ തുടങ്ങിയ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. വിഖ്യാത കലാകാരൻ വിവാൻ സുന്ദരം അന്തരിച്ചു. ചിത്രകല, ശില്പനിർമ്മാണം, ഫോട്ടോഗ്രാഫി, ഇൻസ്റ്റലേഷൻ തുടങ്ങിയ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. സംസ്ഥാന യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്കൺ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കലാ സാംസ്കാരിക മേഖലയിൽ ആസിഫ് അലിയും, കായിക മേഖലയിൽ ഒളിമ്പ്യൻ PR ശ്രീജേഷും, സാഹിത്യത്തിന് MK ഷബിതയുമാണ് പുരസ്കാരത്തിന് അർഹരായത്. സംസ്ഥാന യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്കൺ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കലാ സാംസ്കാരിക മേഖലയിൽ ആസിഫ് അലിയും, കായിക മേഖലയിൽ ഒളിമ്പ്യൻ PR ശ്രീജേഷും, സാഹിത്യത്തിന് MK ഷബിതയുമാണ് പുരസ്കാരത്തിന് അർഹരായത്. പാട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി മലയാളിയായ K വിനോദ് ചന്ദ്രൻ നിയമിതനായി. ബ്രിട്ടീഷ് ഹാസ്യതാരവും ലൈംഗിക ന്യൂനപക്ഷ അവകാശങ്ങളുടെ പ്രചാരകനുമായ പോൾ ഒ ഗ്രേഡി അന്തരിച്ചു. ഞാനിവിടെ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത പോയിന്റ് നോക്കാം. സംഗീത സംവിധായകനും ഗായകനുമായ വിദ്യാധരൻ, നാടക സംവിധായകനും രചയിതാവും ദീപസംവിധായകനുമായ ഗോപിനാഥ് കോഴിക്കോട്, ചെണ്ട ഇടക്ക കലാകാരൻ കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ എന്നിവർക്ക് കേരള സംഗീത നാടക അക്കാദമിയുടെ ഫെലോഷിപ്പ്. സംഗീത സംവിധായകനും ഗായകനുമായ വിദ്യാധരൻ, നാടക സംവിധായകനും രചയിതാവും ദീപസംവിധായകനുമായ ഗോപിനാഥ് കോഴിക്കോട്, ചെണ്ട ഇടക്ക കലാകാരൻ കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ എന്നിവർക്ക് കേരള സംഗീത നാടക അക്കാദമിയുടെ ഫെലോഷിപ്പ്. CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം പെരുമ്പടവം ശ്രീധരന്. അടുത്തിടെ CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം നേടിയ വ്യക്തി ആര്? പെരുമ്പടവം ശ്രീധരൻ. പ്രമുഖ സാഹിത്യകാരി സാറാ തോമസ് 88 വയസ്സ് അന്തരിച്ചു. നാർമടിപ്പുടവ എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. പ്രമുഖ സാഹിത്യകാരി സാറാ തോമസ് അന്തരിച്ചു. നാർമടിപ്പുടവ എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 5 പതിറ്റാണ്ടിലേറെ മലയാള സിനിമയിൽ നിറസാന്നിധ്യമായിരുന്ന നടനും മുൻ MP-യും താരസംഘടനയായ അമ്മയുടെ മുൻ പ്രസിഡന്റുമായിരുന്ന ഇന്നസെന്റ് 75 വയസ്സ് അന്തരിച്ചു. 5 പതിറ്റാണ്ടിലേറെ മലയാള സിനിമയിൽ നിറസാന്നിധ്യമായിരുന്ന നടനും മുൻ MP-യും താരസംഘടനയായ അമ്മയുടെ മുൻ പ്രസിഡന്റുമായിരുന്ന ഇന്നസെന്റ് അന്തരിച്ചു. 2023 ISL ഫുട്ബോൾ കിരീടം ATK മോഹൻ ബഗാന്. ഫൈനലിൽ ബംഗളൂരു FCയെയാണ് പരാജയപ്പെടുത്തിയത്. 2023 ISL ഫുട്ബോൾ കിരീടം ATK മോഹൻ ബഗാന്. ഫൈനലിൽ ബംഗളൂരു FCയെയാണ് പരാജയപ്പെടുത്തിയത്. ATV മാസ്റ്റേഴ്സ് 1000 വിഭാഗത്തിൽ ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കൂടിയ താരമായി ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണ. ഇന്ത്യൻ വെൽസ് ഓപ്പണിൽ ഡബിൾസ് വിഭാഗത്തിൽ കിരീടം നേടിയാണ് റെക്കോർഡിനുടമയായത്.
ATV മാസ്റ്റേഴ്സ് 1000 വിഭാഗത്തിൽ ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കൂടിയ താരമായി ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണ, 43 വയസ്സ്. ഇന്ത്യൻ വെൽസ് ഓപ്പണിൽ ഡബിൾസ് വിഭാഗത്തിൽ കിരീടം നേടിയാണ് റെക്കോർഡിനുടമയായത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്